ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാഹിസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ബ്രെഡ് പക്കോടേൻ്റെ റെസിപ്പിയുമായാണ് വന്നിട്ടുള്ളത്. എങ്ങനെ നമുക്ക് ബ്രെഡ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഈ റെസിപ്പി തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. എൻ്റെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിയേക്കണേ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ക്രിസ്പി ബ്രെഡ് പക്കോട തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടിയത് ബ്രെഡാണ്. ഇതിന് ഞാൻ വേണ്ടി 5 ബ്രെഡ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കൈകൊണ്ട് ഇനി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം സൈസിലുള്ള ബ്രെഡാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ക്യാപ്സിക്കം, ഇഞ്ചി, ഒരു 2 പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, 3 ടേബിൾ സ്പൂൺ കടലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. കുറേശ്ശെ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് ഈ ബ്രെഡ് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്ത് കുഴച്ചെടുക്കാം. ഇനി ഞാനിത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ഫ്രൈങ് പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി നമ്മുടെ ബ്രെഡ് പക്കോട കുറേശ്ശെയായിട്ട് കൈകൊണ്ട് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല. ഒരുപാട് എണ്ണ ഇത് കൺസ്യൂം ചെയ്യും. നമുക്ക് അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിം ആണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കുട്ടികൾക്ക് ഈവനിങ്ങിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത്. ഇതിപ്പോൾ നല്ലതുപോലെ ഇവിടെ മുരിഞ്ഞു വരുന്നുണ്ട്. നമുക്ക് ഇത് ഇനി ഫ്രൈ പാനിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇനി ചെയ്തെടുക്കാം. നമ്മുടെ ബ്രെഡ് പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടെ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്സും എന്നെ അറിയിക്കണം. താങ്ക് യു.